Okay. So now, ഇന്ന് ആക്ച്വലി കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് കേട്ടിട്ടുണ്ടാവോ? കളക്റ്റീവ് Yes. കോൺഷ്യസ്നെസ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാല് ഒരു എക്സ്പെരിമെന്റിലൂടെ 1952 നടന്ന ഒരു എക്സ്പെരിമെന്റിലൂടെ സയന്റിസ്റ്റ് നടത്തിയ ഒരു എക്സ്പെരിമെന്റിലൂടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്താണെന്നും അതിലുണ്ടായിട്ടുള്ള എഫക്റ്റ് എന്താണെന്നും ആൻഡ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഇതിനകത്ത് ആക്സസ് ബാസിന്റെ പങ്ക് എന്താണ്? ആക്സസ് ബാസ് പോലുള്ള പ്രോസസ്സുകൾ, ആക്സസ് ബാസ് മാത്രമല്ല, യോഗ ആവട്ടെ, മെഡിറ്റേഷൻ ആകട്ടെ, ഓർ നിങ്ങൾ ചെയ്യുന്ന പേഴ്സണൽ പ്രെയർ ആകട്ടെ, ഒരല്പസമയം ശാന്തമായിരിക്കുന്നതിലൂടെ ആകട്ടെ, ഓർ കുറച്ചു സമയം സന്തോഷമായിട്ടിരിക്കുന്നതിലൂടെ ഒക്കെയും എങ്ങനെയാണ് നമ്മളും ഇതിന്റെ ഭാഗമായി മാറുന്നതെന്ന് ചെറിയൊരു എക്സ്പെരിമെന്റിലൂടെ ഞാനൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റൈറ്റ്. അതിന് ഞാനൊരു ഇമേജ് ഒന്ന് ഷെയർ ചെയ്യാനേ. ഇമേജ് കാണാലോ? എല്ലാവർക്കും ഇമേജ് കാണാമോ? 1952 ഒരു ജപ്പാനിലെ ഒരു ഐലൻഡില് പ്രത്യേക സ്ഥലത്ത് ഒരു 10-100ഓളം മങ്കീസിന്, കുരങ്ങന്മാർക്ക് സയന്റിസ്റ്റ് ആക്ച്വലി കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോസ് കൊടുത്തു. മധുരക്കിഴങ്ങ് കൊടുത്തതിന് ശേഷം അത് മണ്ണിൽ പുരട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിനെ 100 മങ്കി ഇഫക്റ്റ് എന്നാണ് ഈ എക്സ്പെരിമെന്റിന് ഇട്ടേക്കുന്ന പേര് കേട്ടോ. അപ്പൊ മണ്ണിൽ പുരട്ടിയിട്ടാണ് ആ പൊട്ടറ്റോസ് കൊടുത്തിരുന്നത്. ഇത് കഴിക്കാനായിട്ട്, ഇപ്പൊ പൊട്ടറ്റോ ഭയങ്കര ടേസ്റ്റ് ആണ്, പക്ഷെ ഇത് കഴിക്കാനായിട്ട് അതത്ര സുഖകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്തില്ല. കംപ്ലീറ്റ് മണ്ണിലൊക്കെ ആണല്ലോ എന്ന്. അങ്ങനെ കുറെ മങ്കീസ് ഒക്കെ അത് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, അത് ആ മണ്ണോട് കൂടി തന്നെ കഴിക്കുന്നുണ്ടെങ്കിലും, 18 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മങ്കി കുരങ്ങൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ അത് കഴുകിയിട്ട് കഴിക്കാൻ തുടങ്ങി. വെള്ളത്തിൽ കഴുകിയിട്ട് കഴിച്ചപ്പോഴത്തേക്കും അത് നല്ല ടേസ്റ്റ് ആവാൻ തുടങ്ങി. അത് കണ്ടപ്പോഴത്തേക്കും മറ്റു മങ്കീസും പതിയെ 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 വെള്ളത്തിൽ കഴുകി ഒരു പുതിയൊരു കാര്യം, അതായത് വെള്ളത്തിൽ അങ്ങനെ കഴുകി കഴിക്കുന്ന ഒരു ശീലം അവർക്ക് ഇല്ല നോർമലി. എന്നാൽ ഈ 18 വയസ്സുള്ള ഈ മങ്കി ചെയ്യുന്നത് കണ്ടിട്ട്, 18 മാസം പ്രായമാണോ, ഓർ 18 വയസ്സല്ല കേട്ടോ, മാസം പ്രായമാണ്, 18 months ഓൾഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഹവർ. അപ്പൊ അതിങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പതിയെ 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 ഗ്രാജുവലി ഈ ശീലം എല്ലാവരിലോട്ടും, എല്ലാ മങ്കീസിലോട്ടും ഇതിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മങ്കീസും, ഏകദേശം 100 മങ്കീസും 100 കുരങ്ങന്മാരും ഒരു പീരീഡ് എത്തിയപ്പോഴത്തേക്കും, 1952 മുതൽ 1958 വരെ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. 1958 ആയപ്പോഴത്തേക്കും 100 കുരങ്ങന്മാരും ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ തുടങ്ങി. സ്വീറ്റ് പൊട്ടറ്റോ വെള്ളത്തിൽ കഴുകിയിട്ട് കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവരും അത് ക്യാരി ഫോർവേഡ് ചെയ്തു. ഇതിൽ അതിശയകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ശീലം മറ്റുള്ളവരിലോട്ടും സ്പ്രെഡ് ആകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നടന്നൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാല്, മറ്റൊരു ദ്വീപില് ഈ കുരങ്ങന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഈ കുരങ്ങന്മാർ ആക്ച്വലി വെള്ളത്തിൽ കഴുകിയിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് എന്ന് കണ്ടു പരിചയമേ ഇല്ലാത്ത വേറൊരു വിഭാഗം കുരങ്ങന്മാരും ഇതേ ഫിനോമിന കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം, അതുവരെ അവർക്ക് അറിയില്ല. പക്ഷെ ഇവരും, ഈ ഐലൻഡിലുള്ള കുരങ്ങന്മാരും എന്ത് ചെയ്യാൻ തുടങ്ങി? പൊട്ടറ്റോ വെള്ളത്തിൽ കഴുകിയിട്ട് മണ്ണില്ലാതെ കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത്
100 monkey എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഏതോ ദേശത്ത് എവിടെയോ ഇരുന്ന് ആൾക്കാര് അല്ലെങ്കിൽ ജീവികൾ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവർ ചെയ്യുന്നതിന് അതേ ജനസിൽപ്പെട്ട മറ്റ് മേഖലകളിൽ, മീൻസ് അവരുമായിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരിൽ പോലും ആ ഒരു പ്രതിഭാസം, ആ ഒരു നോളജ്, ആ ഒരു ഇംപ്രിന്റിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയതാണ്. ഇതിനുശേഷം കുരങ്ങന്മാർ മാത്രമല്ല, പല പല ആനിമൽസിലും ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയപ്പോഴും ഒരിക്കലും കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പുതിയൊരു ഫീച്ചർ, ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യം, ഏതെങ്കിലും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ചെയ്യുവാണെങ്കിൽ സെയിം ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, അതായത് അതേ ആനിമൽസ് വേറെ സ്ഥലത്ത്, അതേ ആനിമൽസ് എന്ന് പറയുമ്പോൾ മീൻസ് മുയലാണെങ്കിൽ മുയൽ, എലി ആണെങ്കിൽ എലി, കുരങ്ങനാണെങ്കിൽ കുരങ്ങൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ അതേ വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ മറ്റു ദേശത്തും ഈ കാര്യം അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഇത് 100 monkey എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റൊരു രീതിയിൽ മനുഷ്യർക്ക് ഈ ഒരു പരീക്ഷണം നടത്തി എന്നുള്ളതാണ്. ആ നടത്തിയ പരീക്ഷണം എന്ന് പറഞ്ഞാല് ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നില്ലേ, ഈ ഇമേജിനകത്ത് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത് മീൻസ് കുറച്ച് മുഖങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പുറകിലും ഇതിനകത്ത് മറ്റു മുഖങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10-100ഓളം പേരുടെ ഫേസ് ഒരു 7 to 9 or 10 പീപ്പിളുടെ ഫേസിന്റെ പുറകിലായിട്ടും സൈഡിലായിട്ടും ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയും പല ഭാഗത്തുമായിട്ടൊക്കെ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയില് ഏകദേശം ഒരു 100ഓളം ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ ഇമേജസ് കാണിച്ചു കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു, ജനങ്ങളെ കണ്ടെത്താൻ പറഞ്ഞു, എത്ര ഫേസസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറഞ്ഞു. അവിടെ ആർക്കും തന്നെ 10ൽ കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നടക്കുന്നതെന്ന് വെച്ചാല് ബ്രിട്ടനില്, ഇംഗ്ലണ്ടിൽ ആക്ച്വലി BBC ത്രൂ ഈ സെയിം ഇമേജിനകത്തുള്ള, ഈ സെയിം ഫോട്ടോയ്ക്കകത്തുള്ള ആൾക്കാരെല്ലാം 100 പേരെയും, ഓക്കെ, ഇതിപ്പോ ഹൈഡ് ചെയ്താണ് വെച്ചിരുന്നത്. ഓരോരോ മീൻസ്, അതായത് ഹൈഡ് മീൻസ് ഒരു ഫേസിനകത്ത് തന്നെ അങ്ങനെയൊക്കെ വെക്കില്ലേ, അതുപോലെയാണ് ഇത് വെച്ചിരുന്നത്. 100 പേരെയും എല്ലാവരിലോട്ടും ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഇതൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അപ്പൊ ഇംഗ്ലണ്ടില് അനേകം ആൾക്കാർ കാണുകയാണ് കേട്ടോ, ഇത്രയും ജനങ്ങളെ 100 പേരെയും ആ ഇമേജിനകത്ത് കാണുകയാണ്. അതിനുശേഷം ഓസ്ട്രേലിയയില് സെയിം ഫോട്ടോസ് കാണിച്ചിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ അനേകർക്ക്, വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും അനലൈസ് ചെയ്തും ആ 100 ആൾക്കാരെയും, അതിനകത്ത് 100 പേരുണ്ട് എന്നും 100 പേരെയും തിരിച്ചറിയാനും സാധിച്ചു എന്നാണ് ആ എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ വിശദീകരിച്ച 2 കാര്യങ്ങൾ മനസ്സിലായോ? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഞാൻ ഈ 2 സ്റ്റോറീസ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറീസ് അല്ല, കഥയാണെന്ന് പറഞ്ഞാലും നടന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ 2 എക്സ്പെരിമെന്റും ഞാൻ വിശദീകരിച്ചത് ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ, താങ്ക് യു. റൈറ്റ്, സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് അറിയോ? നമ്മൾ ചെയ്യുന്ന, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഏതോ ദേശങ്ങളിലിരിക്കുന്ന, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത, നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരിൽ പോലും, ജനതകളിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ ആക്ച്വലി എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. കളക്റ്റീവ് കോൺഷ്യസ്നസ്.
അതായത് നമ്മളിൽ ഉണ്ടാകുന്ന ബോധം, നമ്മളിൽ ഉണ്ടാകുന്ന അറിവ്, അത് നമ്മൾ ആക്ച്വലി അറിഞ്ഞാലും ഇല്ലെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരിൽ പോലും ഇത് എത്തിപ്പെടും. അതിന്റെ ഏറ്റവും നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും ടെലിപ്പതി. മീൻസ് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ആർക്കും മെസ്സേജ് അയക്കാം. അത് ആ ആൾക്കാരിലോട്ട്, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളവരിലോട്ട് ആ മെസ്സേജ് എത്തിപ്പെടുന്നു. ആ ടെലിപ്പത്തിക് മെസ്സേജ് ഒക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. അനുഭവിച്ചിട്ടില്ലേ? Yes, ma'am. ഉണ്ട്. ഒരിക്കലെങ്കിലും യെസ് മാം. അനുഭവിച്ചിട്ടുള്ളവർ ആക്ച്വലി മെസ്സേജ് അയച്ചോളൂ, ഒരു തവണയെങ്കിലും. ഓക്കെ, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്നു, അപ്പൊ തന്നെ ആ വ്യക്തി എന്നെ ഫോൺ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പൊ തന്നെ ആ വ്യക്തി എന്നെ ലൈക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ഓർ ലൈക്ക് അവരെ കുറിച്ച് പറയുമ്പോ തന്നെ അവര് നമ്മളെ അടുത്തോട്ട് എത്തിപ്പെടുന്നു, വീട്ടിലെത്തുന്നു. ഇങ്ങനത്തെ നോക്കൂ, എത്ര പേരാണ് ആ മെസ്സേജസ് അയക്കുന്നത്. സി, അതിന്റെ അർത്ഥം എന്താണ്? സോ വി ആർ കണക്റ്റഡ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ നമ്മൾ എല്ലാവരും അത്രത്തോളം കണക്റ്റഡ് ആണ്. അത്രത്തോളം നമ്മൾ ലൈക്ക് ഇൻബിൽട്ട് ആയിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ കാഴ്ചക്കാണെങ്കിലോ നമ്മൾ വെറും സാധാരണ പൊട്ടരായ മനുഷ്യരാണ്. ഓക്കെ, എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഓക്കെ, നമ്മുടെ ചിന്തയിൽ നമ്മൾ വളരെ നിസ്സാരരാണ്, നമുക്കൊരു കഴിവില്ല, നമ്മളെ കൊണ്ടൊന്നും ഈ ലോകത്തിന് അത്ര ഒരു ഗുണമില്ല, എനിക്കിനിയും ജനങ്ങളെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ ശരിക്കും ജനങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ 100 മങ്കി എഫക്റ്റ് എന്തിനാ പറഞ്ഞതെന്നറിയും. ശരിക്കും 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 ജനങ്ങളെ സഹായിക്കണം, ഈ ഭൂമിക്ക് നന്മ വരുത്തണം, അല്ലെങ്കിൽ ഈ ഭൂമിയെ നല്ലതാക്കണം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടത്തി വിടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളിപ്പോ കാണുമ്പോ നമുക്കറിയാം ഒരുപക്ഷെ മനസ്സ് മരവിച്ചു പോകുന്ന പല വാർത്തകളുമാണ് നമ്മൾ എപ്പോഴും കാണുക. അല്ലെങ്കിൽ വളരെ വിഷമം തോന്നുന്ന, ഒരു കാലഘട്ടത്തും കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരതകൾ. ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ നമ്മൾ എല്ലാ കാലഘട്ടത്തും ഏതേത് ബോധങ്ങളിലാണ് ഇരുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ക്രൂരതയും ദുഷ്ടതയും നമ്മുടെ മുന്നിൽ, നമ്മുടെ കൈക്കുമ്പിളിലാണ് ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് ഈ 100 മങ്കി എഫക്റ്റ് എന്നൊരു കാര്യം സത്യമാണ് എങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഈ 100 മങ്കി എഫക്റ്റ് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്റെ ചിന്തകളും എന്റെ ബോധവും എന്റെ സ്വഭാവത്തിലെ ശീലങ്ങളും എവിടെയോ ഇരിക്കുന്ന, ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളിൽ പോലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിവുണ്ട് എങ്കിൽ, എന്നെ പോലെ ഒരു 100 പേര്, ഇപ്പൊ നമ്മൾ 100 പേരുണ്ട് സൂം മീറ്റിങ്ങിനകത്ത്, 100 പേര് ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയോ എടുക്കുകയോ ഒക്കെ ചെയ്താല് അതും ഈ സമൂഹത്തിന്, ലൈക്ക് നമ്മളായിരിക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മള് എല്ലാവരും സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും ജീവിക്കണം, സന്തോഷമായിട്ടിരിക്കണം, നല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സോടുകൂടി ഇരിക്കണം. എല്ലാവരിലേക്കും അപ്പൊ ആ സന്ദേശം എത്തും. താങ്ക് യു ജിത ചേച്ചി, താങ്ക് യു സോ മച്ച്. പ്രജിത ചേച്ചി എഴുതിയിരിക്കുന്നത് നമ്മുടെ ബോധത്തെ ഉയർന്ന ലെവലിലേക്ക് ഉണർത്തണം. ഓക്കെ, ആൻഡ് ഞാൻ കൂടുതൽ മറുപടി പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാരും പറയൂ, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആവട്ടെ. വണ്ണസ് എന്നുള്ള അവസ്ഥ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ കഥയിലൂടെ. നോക്കൂ, ഓൾവേസ് ബി ഹാപ്പി, റൈറ്റ്? മറ്റെന്തൊക്കെയാ? അയ്യോ, ഇത്രയേ ഉള്ളൂ ഉത്തരം? മാം, നമ്മുടെ ചിന്തകളും മറ്റുള്ളവരിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ ലോകം മൊത്തം നന്മയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ചിന്ത എനിക്ക് മറ്റുള്ളവരിൽ കണക്ട് ചെയ്ത് അവർക്ക് പോലും അങ്ങനത്തെ ചിന്താശേഷി ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. വെരി ഗുഡ്, ഇതാണ് താങ്ക് യു എന്റെ സോ മച്ച്, അഭിപ്രായം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വിനീത മാഡം എഴുതിയിട്ടുണ്ട് സ്പ്രെഡ് കോൺഷ്യസ്നസ്. ആരതി ചേച്ചി എഴുതിയിട്ടുണ്ട് ഓൾവേസ് ബി ഹാപ്പി.
സജീവ ചേച്ചി എഴുതിയിട്ടുണ്ട് ലാഫിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. സാലി ചേച്ചി എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് തോട്ട്സ്, നമ്മളെ സ്വയം ശുദ്ധീകരിക്കുക. കൃഷ്ണ മാഡം എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ശശികല ചേച്ചി എഴുതിയിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയ ചിന്ത പോലും ലോകത്തെ മാറ്റുന്നു. ആബ്സലൂട്ട്ലി. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ള ജനങ്ങളെല്ലാം മറ്റുള്ളവരെ നന്നാക്കാനുള്ള വെപ്രാളത്തിലും ഓട്ടത്തിലാണ് എങ്കിൽ എനിക്ക് നിങ്ങൾ എല്ലാവരോടും എന്നോട് ഉൾപ്പെടെ എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എന്നോട് ഉൾപ്പെടെ എനിക്ക് പറയാനുള്ളത്, എന്നെ നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം ഞാൻ നന്നാവും തോറും, ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കും തോറും, ഞാൻ എൻ്റെ സ്വഭാവത്തെ ശുദ്ധീകരിക്കും തോറും എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവരിലേക്കും ആ ബോധം വളരും. ആബ്സല്യൂട്ട്ലി. ഞാൻ എൻ്റെ സ്വഭാവം, എനിക്ക് മറ്റൊരു വ്യക്തിയെ നന്നാക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഞാൻ എന്നെ നന്നാക്കട്ടെ. ഞാൻ എൻ്റെ സ്വഭാവത്തിലെ വെറുപ്പ്, ദേഷ്യം, അഹങ്കാരം അതെല്ലാം ഞാൻ മാറ്റട്ടെ. എത്ര പേര് തയ്യാറാണ്? എനിക്കൊന്നുമില്ല, എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല. അങ്ങനെ പറയുന്നത് നിർത്തൂ. നമുക്ക് ഒരു നിമിഷമെങ്കിലും എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ ഇങ്ങനെ ഇത്രയും ദുഃഖം നിറഞ്ഞതായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മറ്റൊരു വ്യക്തിയെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കമ്പാരിസൺ ചെയ്തിരിക്കുന്നു. റൈറ്റ്? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വി ആർ കമ്പയറിങ് അവർ ലൈഫ് വിത്ത് അതേഴ്സ്. വൈ their ലൈഫ് ഇസ് ബെറ്റർ ദാൻ മൈൻ? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം ബെറ്റർ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രയാസം? എന്തുകൊണ്ടാണ് ആ ഒരു വിഷമത്തിലും വെപ്രാളത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിഷമവും വെപ്രാളവും വീണ്ടും 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 10 മടങ്ങായിട്ട് വളരുക തന്നെ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് ടു അതേഴ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഭയങ്കര ഒരു ചൂട് വെള്ളമാണെന്ന് വെക്കും. ഓക്കെ, നമ്മൾ ഭയങ്കര ഒരു ചൂട് വെള്ളമാണ്, റൈറ്റ്? ഒരു ചെടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ആ ചെടിയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ആ ചെടിക്ക് എന്ത് സംഭവിക്കും? ചെടി വാടിപ്പോകും, റൈറ്റ്? അപ്പൊ നമ്മളാണ് ബെറ്റർ ആവേണ്ടത്. എല്ലാ തലത്തിലും നമ്മളാണ് ബെറ്റർ ആവേണ്ടത്. നമ്മളാണ് ശുചിയായി തീരേണ്ടത്. നമ്മളാണ് നീറ്റ് ആവേണ്ടത്. ഓക്കെ, നമ്മളെ വർക്ക് ചെയ്യാൻ മീൻസ് കൂടുതൽ മറ്റൊരു വ്യക്തിയെ അവരൊന്ന് ശരിയായിരുന്നെങ്കിൽ എന്റെ ജീവിതം ബെറ്റർ ആവും എന്ന ചിന്ത പാടെ ഉപേക്ഷിക്കാം. ആരെയും നന്നാക്കണ്ട, നമുക്ക് സ്വയം നന്നാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, റൈറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് റെഡി എന്ന് എഴുതിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ ഇന്ന് മുതൽ നന്നായി കളയാം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കൂ. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ഓരോ വിഷമങ്ങളിലൂടെയും കടന്നുപോയി. ഓക്കെ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന നിമിഷം ഒരുപാട് വേദനകൾ നമ്മുടെ മുന്നിലോട്ട് വരും. കൂടുതൽ ആൾക്കാർ, കൂടുതൽ പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ, അതായത് ക്ഷമിക്കേണ്ട അവസ്ഥ നിരവധിയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൂടുതൽ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആലോചിക്കും, ഞാൻ എല്ലാവരും എത്രത്തോളം മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ക്ഷമിക്കാനും ശ്രമിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദന വീണ്ടും വരാറുണ്ട്. ഓക്കെ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മളൊന്ന് ബെറ്റർ ആവാൻ ശ്രമിക്കുമ്പോൾ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് സോ ഈസി. ഹായ്, ഇന്ന് മുതൽ ഞാൻ നന്നായി കളയാം. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ദാറ്റ് വേ. ഓക്കെ, കൂടുതൽ നമ്മൾ ടോളറേറ്റ് ചെയ്യും തോറും നമ്മുടെ തല ഇങ്ങനെ തിന്നുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരും. ഓക്കെ, എന്നാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഓരോരുത്തരെയും അവരവരായിരിക്കാനായിട്ട് അനുവദിക്കാന്നുള്ളത്. ഓക്കെ, അത് പറയുമ്പോ ഭയങ്കര ഈസിയാണ്. എന്നാൽ ആക്സസിന്റെ ക്ലാസ്സിൽ വരുമ്പോ അത് പാലിക്കാനുള്ള ടൂൾസ് കൂടെയാണ് പഠിപ്പിച്ചു തരുന്നത്. ഓരോരുത്തരെയും അവരവരായിരിക്കാൻ അനുവദിക്കാന്ന് പറയുമ്പോ
ഒരു വ്യക്തി ഭയങ്കര അസൂയുള്ള ഒരു വ്യക്തിയാണെന്ന് വെക്കൂ. പ്രീത ചേച്ചിനെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാണേ. ഓക്കെ. ഓരോരുത്തരെയും അവരവരായിരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് നമുക്ക് ഒരുപാട് ഉൾക്കരുത്ത് വേണം. ഓരോരുത്തരെയും അവരവരായിരിക്കാൻ അനുവദിക്കുക എന്നൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെടാനായിട്ട് നമുക്ക് ഒരുപാട് ഉൾക്കരുത്ത് വേണം. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല ഒരു വ്യക്തിയെ അവരായിരിക്കാൻ. കാരണം ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്, ഒരു സ്നേക്ക്, ഓക്കെ, സ്നേക്കിന് വിഷമുണ്ട്. സ്നേക്കിനോട് ഓക്കെ സ്നേക്ക്, നീ നാളെ മുതൽ നല്ലതായിട്ട് വരൂ കേട്ടോ, നീ കുറച്ചുകൂടെ ബെറ്റർ ആവണം, നീ നല്ലതാവണം എന്നൊക്കെ ഉപദേശിച്ചിട്ടോ, അല്ലെങ്കിൽ നീ ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഒരു ഉപദേശം കൊണ്ടും ഒരു സ്നേക്കും നന്നാവില്ല. ബിക്കോസ് ഇറ്റ്സ് ദ നേച്ചർ ഓഫ് ഇറ്റ്. അതിന്റെ പ്രകൃതി അതാണ്. മീൻസ് തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ നൽകിയിട്ടുള്ള ഒരു ധർമ്മം എന്ന് തന്നെ പറയാം, അതാണ് എന്ന് കരുതുക. അപ്പൊ സ്നേക്ക് എന്താണ് എന്ന് തിരിച്ചറിയുകയും വിഷമുള്ളത് എന്താണ് എന്ന് ബോധമുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. പകരം അതിനെ ഓക്കെ നീ മോശമാണെന്ന് പറഞ്ഞ് അതിനെ പുച്ഛിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ അല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും, നന്നാക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ പ്രയാസങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ടേക്ക് ദിസ്, ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അവരെ അവരായിരിക്കാൻ അനുവദിക്കുക. പക്ഷെ അതേ സമയം ഓരോ മനുഷ്യനും എന്താണ് എന്നുള്ളത് നമ്മൾ ബോധമുള്ളവരുമായിരിക്കണം. അതായത് ലോകത്തിലുള്ള സകല മനുഷ്യരും നല്ലവരാണ് എന്ന തോന്നലൊക്കെ എടുത്ത് കളയുക. എന്നാൽ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം മോശക്കാരാണ് എന്ന തോന്നലെടുത്ത് കളയുക. ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് അസൂയയും ഒരുപാട് വെറുപ്പും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അതൊന്നുമില്ലാതെ നിലനിൽക്കാൻ ശ്രമിച്ചാൽ പോലും കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 100 monkey എഫക്റ്റ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അനേകായിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതേ കാര്യം അസൂയയും വെറുപ്പും ഒക്കെ ഹോൾഡ് ചെയ്യുമ്പോ അതും ആരെ പ്രതിഫലിക്കും? എത്ര 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 ബെറ്റർ ആവണമെന്ന് ശ്രമിക്കുന്ന വ്യക്തിയെയും അവരുടെ ഉള്ളിലും ഈ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ ആവണുണ്ടോ? റൈറ്റ്? So Yes. it's not just the good thing affect us, the bad thing also. I'm not saying about good or bad. നല്ലതും മോശം എന്നുള്ള കാര്യമല്ല പറയുന്നത്. However, നമ്മള് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നന്മയിലൂടെ, മീൻസ് നമ്മൾ എല്ലാവരോടും കൈൻഡ് ആയിരിക്കുന്നതിലൂടെ അത് മറ്റുള്ളവരോട് സ്പ്രെഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ എത്ര റെസിസ്റ്റ് ചെയ്താലും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള, നമ്മുടെ ചുറ്റിനുമുള്ള ഉള്ളിലുള്ള ആൾക്കാരുടെയൊക്കെയും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നമ്മുടെ ഉള്ളിലോട്ടും കടന്നു വരും എന്നുള്ളത് അത് കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നൊരു കാര്യത്തിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു യാഥാർത്ഥ്യമാണ്. ഹവർ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? അതിനൊക്കെയാണ് മെഡിറ്റേഷൻ, യോഗ ഓർ ആക്സസ് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും വഴികൾ, നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ഓരോരുത്തരും വായിക്കുന്ന അങ്ങനെ പല പല വിദ്യകളിലൂടെ വഴികളിലൂടെ ഒക്കെയാണ് നമുക്ക് നമ്മളെ കൂടുതൽ 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 ബെറ്റർ ആക്കാനായിട്ട് സാധിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഡു ദാറ്റ്. വീണ്ടും പറയാം, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെല്ലാം വളരെ നല്ലവരാണ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എടുത്ത് കളയാം. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും നമ്മെ സഹായിക്കുന്നുണ്ട്. അറിഞ്ഞാലും അറിയില്ലെങ്കിൽ പോലും സകല മനുഷ്യരും സകല ജീവജാലങ്ങളും നമ്മെ സഹായിക്കുന്നുണ്ട്. പക്ഷേ സകല മനുഷ്യരും നമ്മളോട് പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ സകല മനുഷ്യരും
നമ്മളോട് കരുണയുള്ളവരാണ് സകല മനുഷ്യരും. നമ്മളോട് നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല. ഓക്കെ, അതുകൂടെ റിയലൈസ് ചെയ്യുക. റൈറ്റ്. അതൊക്കെ നമുക്ക് ഒരു ഫാൻസി വേൾഡിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നുള്ളത്. റൈറ്റ്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് ബോധമാണ്. ഏത് വ്യക്തിയാണ് നമ്മളോട് കള്ളം പറയുന്നത്? ഈ വ്യക്തി ശരിക്കും എന്നോട് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ, അതോ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ? ഓർ എന്നെ കൂടുതൽ മീൻസ് പീപ്പിൾ സ്പീക്ക് എ ലോട്ട് ഓഫ് ലൈസ്. ഓക്കെ, സത്യം പറയുന്നത് പോലെ അനേകം കള്ളത്തരങ്ങൾ ജനങ്ങൾ പറയും. അത് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. റൈറ്റ്. അപ്പൊ അത്തരം ബോധത്തിലൂടെയാണ് നമ്മൾ കടന്നു വരേണ്ടത്. ഓക്കെ, അത് ഞാനൊരു സൈഡായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹവർ മറ്റുള്ളവർ അങ്ങനെയാണ്, ആ എഫക്റ്റിൽ ഞാനും പോകട്ടെ എന്നുള്ള തലത്തിൽ മാറാണ്ട് പകരം നമുക്ക് നമ്മളെ കൂടുതൽ 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 ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കാം. Again, I'm saying it's not an easy task. എളുപ്പമൊന്നും ആയിരിക്കില്ല, പക്ഷേ സാധ്യമാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു പോയൊരു കാര്യമാണ്. ആ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു മാഡം ആക്ച്വലി യൂട്യൂബിലെ കമന്റിൽ എഴുതിയിരുന്നു, കുറച്ചും കൂടെ പ്രസന്റബിൾ ആയിട്ട് സംസാരിക്കണം, എന്നാലേ കേട്ടിരിക്കാൻ തോന്നുള്ളൂ എന്നോ അങ്ങനെ എന്തോ ആണ് അവർ എഴുതിയിരുന്നത്. എനിക്ക് അങ്ങനെ പ്രസന്റബിൾ ആക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ശ്രമിക്കാം, പക്ഷെ നാച്ചുറൽ ആയിട്ടാണ്. മീൻസ് It is okay. I like it this way. No problem. താങ്ക് യു സർ. ഞങ്ങൾക്കും ഇഷ്ടമാണ് മാഡം. മീൻസ് ആക്ച്വലി അല്ല, അത് അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. അവർ തെറ്റൊന്നും അല്ല പറഞ്ഞത്. അവരുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ അവർക്ക് കൂടി മാം, ഞങ്ങൾ കുറെ ക്ലാസ്സുകളും ഇതെല്ലാം കേട്ടിട്ടുണ്ട്, 100 കണക്കിന്. മാമിന്റെ പ്രസന്റേഷൻ വി ലൈക്ക് ഇറ്റ്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കേൾക്കുന്നത്. നമുക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല ഇതുവരെ. Wow. താങ്ക് യു സർ. Yes. താങ്ക് യു. Yes. Wow. റൈറ്റ്, താങ്ക് യു. ഞാൻ ആക്ച്വലി പറയാൻ വന്നത്, എനിക്ക് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോ, ജനങ്ങൾ ഇരിക്കുമ്പോ നാച്ചുറൽ ആയിട്ട് മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ലൈക്ക് കാണാതെ അങ്ങനെയല്ല, ഒരു പക്ഷെ അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ക്ലാസ്സുകൾ എടുക്കുമ്പോഴായിരുന്നാലും കാണാതെ പഠിച്ച് അതിലെ പോയിന്റ്സ് പറയുക അങ്ങനെ അല്ല. അത് ആ ക്ലാസ്സിൽ ആ ഒരു എനർജി പോലെ അത് അങ്ങനെ വന്ന് അങ്ങനെ പറയുന്നതാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ട അതാണ് മാം. ഞങ്ങൾ 2-3 കൊല്ലായിട്ട് കൂടി ഇരിപ്പല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പരക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓറ ബെറ്റർ ആണെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരില്ല, നമ്മുടെ ഓറ നല്ലതാണെങ്കിൽ നമുക്ക് അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് മനസ്സിലാകും. കാരണം അപ്പൊ നമ്മൾ വിചാരിക്കും, ചെറിയൊരു രോഗം വരുമ്പോ അയ്യോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ, എന്റെ ഓറ ശരിയില്ല, ഞാൻ ശരിയല്ല, എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ വരുന്നത്, ഞാൻ മോശക്കാരി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എല്ലാം പ്രയാസങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വിചാരിച്ചു പോകും. കാരണം ചുറ്റിനുള്ളവർ പറയും, ഓക്കെ നീ നല്ലതാണെങ്കിൽ നിനക്ക് നല്ല അനുഭവങ്ങളെ വരുള്ളൂ, നീ നല്ലതാണെങ്കിൽ ഓർ നിന്റെ ലൈക്ക് ഇങ്ങനെയൊക്കെ പല സ്ഥലത്തൊന്നും നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസിലാകട്ടെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ കേൾക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ അതൊരു യാഥാർത്ഥ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാല്, ഒരുപക്ഷെ നമ്മളെല്ലാവർക്കും അറിയുന്ന ഈ ഭൂമിയിൽ അവതരിച്ച അനേകം ദിവ്യാത്മാക്കളും
അവരെല്ലാവരും കടന്നുപോയ അവരൊക്കെ വളരെ ദിവ്യത്വം നിറഞ്ഞ മനുഷ്യരാണ്. കുറച്ചും കൂടെ ആത്മീയ തലങ്ങളിലൊക്കെ ഉയർന്നവരായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അത്രയും ഉയർന്ന ബോധമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള അത്രയും ബോധതലത്തിൽ ഉയർന്നവരായിരുന്നിട്ട് പോലും, അങ്ങനെ അത്രയും ഉയർന്ന തലത്തിൽ ബോധമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓറ അത്രത്തോളം വളരെ വലുതായിരിക്കും. their grace will be so grateful. പക്ഷെ എന്നിരുന്നിട്ട് പോലും അവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ we'll get to see they have gone through a lot of pains. ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. കടന്നുപോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുക, ബുക്കുകളിലും ഒക്കെ സ്ക്രിപ്റ്റേഴ്സിലും ഒക്കെ വായിക്കുന്നത്. അവരെല്ലാവരും വളരെയധികം വിഷമ അവസ്ഥകളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷമങ്ങളൊക്കെ അവരെ മാനസികമായിട്ട് ബാധിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം, മരണം, പലരുടെയും മരണം കണ്ടിരിക്കും, റൈറ്റ്? ഈ ലൈക്ക് പാസ്റ്റ് ബുക്സിലൊക്കെ ഉള്ളവരൊക്കെ ഈ മരണപ്പെട്ടു പോയവരുടെ കഥകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രേണുക ചേച്ചിയുടെ ചോദ്യത്തിനോട്ട് ഞാൻ വരാം. ഫൈൻ. ആൻഡ് സോ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വിൽ സീ ലോട്ട്. എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോ പിന്നെ ഞാൻ പറയുമെന്ന കാര്യം വിട്ടുപോകും കേട്ടോ. റൈറ്റ്. എനിവേ, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? പെയിൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ടോളറേറ്റ് ചെയ്തു. അതെ, എല്ലാവരും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഫുള്ള് റേഡിയേഷനിലാണ് ഇരിക്കുന്നത്. മൊബൈൽ റേഡിയേഷൻ ആകട്ടെ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ഒക്കെ ധാരാളം വിഷാംശങ്ങളൊക്കെ അടങ്ങിയിരിപ്പുണ്ട്. അതോടൊപ്പം മാനസികമായിട്ട് ഒരു കാലഘട്ടത്തും ഇല്ലാത്തത്രയും ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്നിരുന്നാൽ പോലും എപ്പോഴും ആൻസൈറ്റിയിലും ഡിപ്രഷനിലും പെയിനിലും നിരാശയിലുമാണ് നമ്മളിങ്ങനെ ജീവിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗിയാകാനായിട്ട് പ്രത്യേകിച്ച് റീസൺ തന്നെ ഇല്ലാത്ത തലത്തില് അത്രത്തോളം സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്ലസ് നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന മറ്റ് പല കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിന്റെയൊക്കെ മധ്യത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയും മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വേദനകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളിലും. എന്നാൽ നമ്മുടെ ശരീരം അത്രത്തോളം അത്ഭുതമായതുകൊണ്ട് അതിനെ വീണ്ടും ഓവർകം ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പെട്ടെന്നൊന്ന് രോഗിയായി തീരുമ്പോ, അയ്യോ ഞാൻ മോശമായതുകൊണ്ടാണ്, എന്റെ ഓറ മോശമായതുകൊണ്ടാണ്, ഞാൻ നെഗറ്റീവ് പേഴ്സൺ ആയതുകൊണ്ടാണ്, ഞാൻ പണ്ട് ചെയ്ത പാപങ്ങൾ കാരണമാണ്, ഞാൻ ആ ജന്മത്തിൽ ഈ ജന്മത്തിലും ചെയ്ത തെറ്റ് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. ഓക്കെ, സോ നമുക്ക് സംഭവിക്കുന്ന വേദനകളൊക്കെയും ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഓൾ ദിസ്. ആൻഡ് നമ്മുടെ ഓറ മോശമായതുകൊണ്ടോ അങ്ങനെ ഒന്നും അല്ല. ആൻഡ് നമ്മുടെ ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വേർപിരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ നന്മ ചെയ്താലും നമ്മെ ഒരിക്കലും തിരിച്ചറിയാത്ത മനുഷ്യരുണ്ടാവും. എന്തൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറിയാലും ഒട്ടുമേ നമ്മെ തിരിച്ചറിയുകയോ നമ്മളെപ്പോഴും ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. ഓക്കെ, ആൻഡ് അതോടൊപ്പം നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നവരുണ്ടാവും. യു ഹാവ് ടു ബി ലൈക്ക് ദിസ്, യു ഹാവ് ടു ബി ലൈക്ക് ദിസ്, യു ഹാവ് ടു ബി ലൈക്ക് ദിസ്. യാതൊരുവിധ സ്വാതന്ത്ര്യം തരാത്ത മനുഷ്യരുണ്ടാവും. ഓർ നമ്മളോട് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കാത്ത ആൾക്കാരുണ്ടാവും. സാമ്പത്തികമായിട്ട് നമ്മെ സുന്ദരമായി പറ്റിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറ്റിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, മനുഷ്യർ മാത്രമല്ല, ചിലപ്പോൾ പ്രകൃതി പോലും നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും. ഇസ് ഇറ്റ് ഓൾ ബിക്കോസ് അവർ ഓറ ഇസ് ബാഡ്? ഓക്കെ, മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമ്മളെ തന്നെ മോശക്കാരാക്കേണ്ടതുണ്ടോ? ഓക്കെ, നമ്മൾ അവയർനെസ് ഇല്ലാതെ, ബോധമില്ലാതിരിക്കുന്നത് കൊണ്ട് പലതും നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനെല്ലാറ്റിനും ഒരു ഗിൽറ്റ് ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുന്നത് അതിദാരുണമായൊരു അവസ്ഥയാണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഞാനൊരു പോസിറ്റീവ് പേഴ്സൺ അല്ല എന്നുള്ള ഒരു തോട്ട് ഫീലിങ്സ് ഒന്നും
വേണ്ട എന്നുള്ളതാണ്. ആൻഡ് ഈ പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം പോലും റിലേറ്റീവ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, വളരെ ശാന്തരായി നിങ്ങൾ ഇരുന്ന് നോക്കൂ. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്നവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഓ എന്തൊരു നെഗറ്റീവ് വൈബ്, എന്തൊരു ബോറനാണ്, എന്തൊരു ബോറത്തിയാണ് എന്നായിരിക്കും തോന്നുക. അപ്പൊ എന്നാ പിന്നെ ആ പോസിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് മാറിയില്ലേ? നമ്മൾ പെട്ടെന്ന് നെഗറ്റീവ് ആയില്ലേ? ക്ലിയർ ആയോ എന്താ പറഞ്ഞെന്ന്? റൈറ്റ്. സോ Yes, ma'am. അഗെയിൻ, സോ എവറിത്തിങ് ഈസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തൊന്നും ഇതാണ് ആത്യന്തികം എന്ന് നമുക്ക് ഒന്നിനെയും പറയാനായിട്ട് കഴിയില്ല. എനിക്കെന്താ പറയാനുള്ളൂ, ഡോണ്ട് മേക്ക് യുവർ സെൽഫ് റോങ്. നിങ്ങൾ നിങ്ങളെ മോശക്കാരായിട്ട് കാണാതിരിക്കാം. കരയുന്ന ആൾക്കാർ മോശക്കാരാണോ? ഓക്കെ, കരയുന്ന ആൾക്കാരും മോശക്കാരല്ല. റൈറ്റ്. സോ വെൻ വി സേ ദാറ്റ് യു നെഗറ്റീവ് പീപ്പിൾ ആണ്, എപ്പോഴും കരച്ചിലാണ്, വിഷമാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഹവർ, കരയുന്ന ആൾക്കാര് കരയുന്നതിലൂടെ അവരെയും അവർ ദ്രോഹിക്കുന്നു. അതായത് അവരുടെ ശരീരം കൂടുതൽ 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 പെയിൻ അനുഭവിക്കുന്നു. അതോടൊപ്പം അവർ മാനസികമായിട്ടും സ്വയം പീഡിതരായി തീരുന്നു. ആൻഡ് ഇറ്റ് ഡിമിനിഷ് ദം എ ലോട്ട്. അവരെ തന്നെ ഒരുപാട് 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 ഡിമിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം തിരിച്ചറിയണം, ഞാൻ ഈ കരച്ചിൽ നിർത്തിയിട്ട് ഞാൻ മറ്റൊരു തലത്തിൽ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ അവസ്ഥയെയും ഞാൻ നേരിടട്ടെ എന്ന് സ്വയം തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഡോണ്ട് മേക്ക് പീപ്പിൾ റോങ്. നെഗറ്റീവ് പീപ്പിൾ ആണ്, പോസിറ്റീവ് പീപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വേർതിരിക്കാതിരിക്കും. അതൊരു ക്രൂരതയാണ് കേട്ടോ. നെഗറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർതിരിക്കാതിരിക്കൂ. കാരണം ഈ നെഗറ്റീവ് പീപ്പിൾ എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന മനുഷ്യരുൾപ്പെടെ സഹായിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതെനിക്ക് ഷീല ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ. എന്നാൽ ഈ കമ്മൽ ആക്ച്വലി ഇതിന്റെ നിർമ്മാണത്തിന്റെ പാതയിൽ ഇരുന്നിട്ടുള്ള വ്യക്തികൾ, അവര് ഏതെല്ലാം മതവിഭാഗങ്ങളിലുള്ള വ്യക്തികളായിരിക്കാം, ഏതെല്ലാം ജെൻഡറിലുള്ളവരായിരിക്കാം. ഓക്കെ. എൻ്റെ അടുത്തോട്ട് ഇത് എത്തുന്നവരേക്കും ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായി ഇരുന്നവർ മാത്രം എന്തുമാത്രം ജനങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഈ നെഗറ്റീവ് എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന മനുഷ്യർ പോലും നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്നവരാണ്. ഈ സർവ്വലോകവും നമ്മുടെ ജീവിതങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്. അങ്ങനെ ഇരിക്കവേ ഏതിനെങ്കിലും ഒന്നിനെ നോക്കി ദിസ് ഇസ് ബാഡ്, ദിസ് പീപ്പിൾ ആർ എന്ന് പറഞ്ഞ് നമ്മള് ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്, വിധിക്കരുത്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ബട്ട് ബി അവെയർ. രണ്ടും വ്യത്യാസമാണ് കേട്ടോ. വിധിക്കുന്നത് ഡിഫറെന്റ് ആണ്, അവയർനെസ് ഡിഫറെന്റ് ആണ്. ക്ലിയർ ആണുണ്ടോ എന്താ പറയണേന്നുള്ളത്? Yes. ഓക്കെ. സോ എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വീണ്ടും പറയണം. ഫൈൻ. ഇനി ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാം. മാം, എക്സ്ക്യൂസ് മീ മാം. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മിസ്റ്റിക്കൽ ഒരു മിറാക്കിൾ ഷെയർ ചെയ്യാന്ന്, അതിപ്പോ പറ്റുമോ? അതിപ്പോ പറ്റത്തില്ല. കാരണം അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സീക്രട്ട് സിമ്പിൾ സ്വപ്നത്തിൽ എനിക്ക് ലഭിച്ചതാണ്. ആൻഡ് അതോടൊപ്പം വേറെ ഒരു മിസ്റ്റിക്കൽ അനുഭവം ഉണ്ട്. പക്ഷെ അത് ഞാൻ ആക്സസ് ക്ലാസ് കഴിഞ്ഞവർക്കായിട്ടുള്ള സൂം മീറ്റിംഗിൽ പറയാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ആൻഡ് ടൈം ലൂപ്പിന്റെ കാര്യവും വിരാജ് സർ ആക്ച്വലി ആക്സസ് ക്ലാസ് കഴിഞ്ഞവർക്കായിട്ടുള്ളതിനകത്ത് പറയാം കേട്ടോ. ഓക്കെ, റൈറ്റ്. ഓക്കെ മാം. ഓക്കെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എനിക്ക് രേണുക ചേച്ചി, എനിക്ക് ഓറ എന്ന് പറയണ സംഗതി ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന് തോന്നാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഫീൽഡ് ഉണ്ട്. മാം, ഉണ്ടോ? ഞാൻ പറയുന്ന അനിത, പിന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, മറ്റേ ആക്സസ് ബാർ കഴിഞ്ഞവർക്ക് അതില് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് ഈ അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട്, എനിക്ക് അതില്
ഒന്ന് രണ്ടെണ്ണമൊക്കെ എനിക്ക് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ക്ലാസ്സിൽ പറയാൻ പറ്റുമെന്നാണ്. ആക്സസ് ബാസ് കഴിഞ്ഞവർക്കേ പറയാൻ പറ്റുള്ളൂ എന്നല്ല. ഇപ്പോ ചേച്ചി അന്ന് എന്നോട് ചോദിച്ചത് എനിക്ക് ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരാമോ എന്നാണ്. ഓക്കെ, ആ അത് ആ പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. അത് ആക്സസ് ക്ലാസ് പങ്കെടുത്തവർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക എന്നാണ് പറഞ്ഞത്. അല്ലാത്തവർക്കും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് എവിടെന്നെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, പക്ഷെ എന്റെ കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ആക്സസ് കഴിഞ്ഞവർക്കാണ് പറഞ്ഞു നൽകാനായിട്ട് സാധിക്കാം. രണ്ടാമത്തേന്നുള്ളത്, ബിക്കോസ് യു ആർ ആസ്കിങ് ഫോർ എ സൊല്യൂഷൻ, റൈറ്റ്? നിങ്ങളൊരു ഉം സൊല്യൂഷൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക കൂടെ വേണം. ഉം അപ്പൊ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചൊക്കെ അതിനെക്കുറിച്ച് ഒരു ബോധം വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ ഒരു മനസ്സ് വരില്ല. ക്ലാസ്സിൽ ഞാൻ ഒരു പ്രത്യേക ജീവിത രീതിയെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. ആ ജീവിത ഉം രീതി കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ഉം അപ്പൊ അതൊക്കെ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിലൂടെ കൂടുതൽ അത് നമുക്ക് ഗുണം വരികയാണ്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ പലരും എന്നോട് കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്നോട് പറയുന്നത് കൊണ്ട് കറക്റ്റായിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പ്രയാസം പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രയാസങ്ങൾ തീർന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്ത് മാജിക്കൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു സൊല്യൂഷൻ പറയണമെങ്കിൽ ബേസിക് ആയിട്ട് ആക്സസിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ എനിക്ക് സൊല്യൂഷൻ, ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിരന്തരമായിട്ട് പറയൂ, ഈ സ്റ്റേറ്റ്മെന്റ് പറയൂ, നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ചെയ്യുമ്പോൾ എനിക്കത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് മീൻസ് ഐ ഡോണ്ട് നോ അവരത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതാണ് എന്റെ വ്യത്യാസം. ഞാൻ ഇതില് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ അടിത്തറ പോലെ പറഞ്ഞു തരുമ്പോഴേ അത് സാധിക്കാൻ പറ്റുള്ളൂ അതെ എന്ന് പറഞ്ഞപ്പോ അതെ. മനസ്സിലായി. പക്ഷെ ഇതില് പറയുന്ന കേൾക്കുമ്പോ എനിക്ക് അതപ്പോ കേൾക്കണം, അറിയണം, അത് പറയണം എന്നൊക്കെ ഓരോ കാര്യം വരുമ്പോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഫൗണ്ടേഴ്സ് തന്നെ ഇട്ടിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ അത് ഫൗണ്ടേഴ്സിന് മാത്രമേ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. എനിക്കതിനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ്. അനിത ചേച്ചി, ഹോപ്പ് യു ഗെറ്റിംഗ്. ഓക്കെ ചേച്ചി, യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ, യു വിൽ ഗെറ്റ്. നോക്കാം. ഓക്കെ. രണ്ടാമത്തത്, ഞാൻ എല്ലാ ദിവസവും ഗ്രൂപ്പിനകത്ത് എല്ലാ ദിവസവും ഡെയിലി പറയേണ്ട അഫർമേഷൻസ് അയക്കുന്നുണ്ട്. ആ അഫർമേഷൻസ് രാവിലെ ഒരു 21 ടൈംസ് അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പറയും. പറഞ്ഞ് പതിയെ എന്തെങ്കിലുമൊക്കെ വിഷമം പിടിച്ച കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ദുഷിച്ച കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആ കാര്യങ്ങൾ കളക്റ്റീവ് കോൺഷ്യസ്നസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീണോണ്ടിരിക്കുന്ന സമയത്തിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞിട്ടിരിക്കും. അപ്പൊ അത് നമ്മളിൽ ആക്ച്വലി ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതോടൊപ്പം തന്നെ ആ മാറ്റങ്ങൾ മറ്റുള്ളവരിലും വരുത്തും എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും പറയാം. ഒരു കൂട്ടം ജനം പൊട്ടിക്കരയാണെങ്കിൽ, ഓക്കെ, കരഞ്ഞിട്ടേ ഇരിക്കുകയാണെങ്കിൽ, അലറി നിലവിളിച്ച് കരഞ്ഞിട്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ചോദിച്ചാൽ ഈ ലോകം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായി തീരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അനേകം നൂറ്റാണ്ടുകളായിട്ട് ജനം അലറിക്കരച്ചിലും ബഹളവും വെപ്രാളവും വേദനയും തന്നെയാണ്. അങ്ങനെ വെപ്രാളവും വേദനയും അലറിക്കരച്ചിലും നടത്തി ലോകം കൂടുതൽ മനുഷ്യർ ക്രൂരരായി തീരുന്നതും, കൂടുതൽ മനുഷ്യർ വേദനകളിലൂടെ കടന്നു പോകുന്നതും, കൂടുതൽ മനുഷ്യർ ആരോടും ഒരു റെസ്പെക്ട് ഇല്ലാതാകുന്നതും, ആരോടും എന്ത് ക്രൂരത കാണിക്കാൻ മടിയില്ലാത്തവരായി തീരുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ചേഞ്ചസ് വരുത്തണമെങ്കിലും മനുഷ്യരായ നമ്മെ കൊണ്ട് സാധിക്കും. പ്ലീസ് ടേൺ ഇറ്റ് അറൗണ്ട്. കൂട്ടത്തോടിരുന്ന് കരയുന്നതിന് പകരം കൂട്ടത്തോടിരുന്ന് ചിരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, സോ പ്ലീസ് laugh a lot.
അപ്പൊ കളക്റ്റീവ് കോൺഷ്യസ്നസ് ത്രൂ ഇറ്റ് വിൽ ഹെൽപ്പ് എവ്രിവൺ. റൈറ്റ്. ആക്സസ് പഠിച്ചിട്ടില്ലാത്തവരുണ്ട് ക്ലാസ്സിനകത്ത്. സോ മൈ ക്വസ്റ്റ്യൻ ഇന്ന് മുതൽ കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിരിക്കാൻ കഴിയുമോ എന്നും? Is it possible? സാധിക്കോ? ശ്രമിക്കാം. Yes. ശരി. ലോകത്തിന്റെ പ്രയാസങ്ങൾ മാറാനായിട്ട് എന്നും ഒരു 5 മിനിറ്റ് ഒന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ? കരയാൻ പറ്റില്ല. ചിരിക്കാം. ഓക്കെ, കരയാൻ പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി. കാരണം എല്ലാരും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റാദർ വി ഹാവ് ടു ലാഫ്. അതാണ് കഴിഞ്ഞൊരു ദിവസം എഴുതിയിരുന്നത്. ഇരുട്ടിനെ മാറ്റാനായിട്ട് നമുക്ക് ഇരുട്ടല്ല വേണ്ടത്. ഇരുട്ടിനെ മാറ്റാനായിട്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് വേണ്ടത്. വെളിച്ചമാണ് വേണ്ടത്. റൈറ്റ്? അതുപോലെ ഈ ഭൂമിയിലെ പ്രയാസങ്ങൾ മാറാനായിട്ട് മനുഷ്യരുടെ മനസ്സ്, നമ്മളൊക്കെ നന്നായി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് സ്വർഗാണ്. ഓക്കെ, സോ മനുഷ്യരുടെ മനസ്സ് മാറാനായിട്ട് തീർച്ചയായിട്ടും എന്തൊക്കെയാണോ ജനങ്ങൾ ക്രൂരത കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി കരുണയും സന്തോഷവും കൊണ്ടങ്ങ് നിറയ്ക്കുക. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ് എ ലോട്ട്. റൈറ്റ് നൗ ഞാൻ റെക്കോർഡിംഗ് നിർത്താണ്. ഹവർ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. എന്നാണ് കോഴിക്കോട് ക്ലാസ് എടുക്കുന്നത്? കോഴിക്കോട്